ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എഴുതി തുടങ്ങുന്നവരെ ഇത് എഴുതി തുടങ്ങുന്ന സമയത്ത് എനിക്ക് തലേ മുടിയൊക്കെ ഉണ്ടായിരുന്നു. Bro, you are supposed to make questions. You are supposed to conduct exams. Capacity ഉണ്ട്. 100 ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഇരുന്നു. എത്ര ക്വസ്റ്റ്യൻ പോകും ഒരു മണിക്കൂർ പഠിക്കാനാണെങ്കിൽ നമ്മൾ കാണുന്നില്ല. ഇത് വെറുതെ Shawshank Redemption. Correct example. Exactly. Shawshank Redemption. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇന്ന് നമ്മൾ നെറ്റിനെ പറ്റി സംസാരിക്കാനായിട്ട് നമ്മളോട് എത്തിയിട്ടുള്ളത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എക്കണോമിക്സിൻ്റെയും പേപ്പർ വണ്ണിൻ്റെയും വെൻഡറായിട്ടുള്ള മൾട്ടിപ്പിൾ ടൈംസ് നെറ്റ് ഹോൾഡർ ആയിട്ടുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസറും കൂടി ആയിട്ടുള്ള നമ്മുടെ അഖിൽ സാറാണ്. അപ്പോൾ നമുക്കിന്ന് നെറ്റിനെ പറ്റി ഫ്രം ബേസിക്സ് ടു എന്താണ് ഇതിൻ്റെ സ്ട്രാറ്റജി എന്നുള്ള കാര്യം നമുക്കിന്ന് സംസാരിച്ചറിയാം. സോ ഹായ് സാർ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്നാണ് വിശേഷം? എൻ്റെ വിശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ ഞാനും ആലോചിച്ചു. ഇപ്പോൾ നെറ്റ് ക്രാക്ക് ചെയ്യുന്ന കാര്യം സംസാരിക്കണമെന്ന് എന്നെ വിളിച്ച് ആദ്യം പറഞ്ഞ സമയത്ത് ഞാൻ ആലോചിച്ചത് എഴുതി തുടങ്ങുന്നവരെ ഇത് എഴുതി തുടങ്ങുന്ന സമയത്ത് എനിക്ക് തലേ മുടിയൊക്കെ ഉണ്ടായിരുന്നു. പോയി എഴുതി ഒരു കുറേ തവണ കിട്ടാതായപ്പോൾ ഞാനത് നിർത്തിയാലോ എന്നാലോചിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഇതിന് ശേഷം ഒരു തവണ കിട്ടിക്കഴിഞ്ഞ് പിന്നെ ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കിട്ടുന്നവരേ ഉള്ളൂ. ഇത് പൊതുവെ എല്ലാ നെറ്റ് കിട്ടുന്ന എല്ലാവരുടെയും ഒരു സംവിധാനം ഇങ്ങനെയാണ്. നമ്മളൊന്ന് നോക്കിയാൽ മതി. അവര് ഒരു തവണ കിട്ടുന്നത് വരെയുള്ള പ്രശ്നമേ ഇതിനുള്ളൂ. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്നറിയത്തില്ല. പക്ഷെ ആ ഒരു ക്രാക്കാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു സാധനം. കാരണം പിന്നെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. നമ്മൾ കുറച്ച് മുമ്പേ സംസാരിച്ചോണ്ട് പറഞ്ഞിട്ടുള്ളത് കിട്ടിയവർക്ക് ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടാത്തവർ ആ ബ്ലോക്കിനകത്ത് ഇങ്ങനെ പെട്ട് കിടക്കണം. അപ്പോൾ നെറ്റ് എക്സാം എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും, ആർക്കൊക്കെയാണ് നെറ്റ് എഴുതണമെന്നുള്ളതിനൊക്കെ ഡൗട്ടുകളൊക്കെ? ഞാൻ എൻ്റെ ആദ്യത്തെ നെറ്റ് എഴുതുന്നത് ഞാൻ എൻ്റെ PG ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്താണ്. അതായത് ഒരു നവംബറിൽ ഷെഡ്യൂൾ എക്സാം ആണ് ഞാൻ എഴുതുന്നത്. അന്ന് 3 പേപ്പറുള്ള എക്സാം ആയിരുന്നു. ഐ മീൻ 2018 മുമ്പ്, NDA വരുന്നതിന് മുമ്പ് പരീക്ഷ നടത്തിക്കൊണ്ടിരുന്നത് CBSE നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഓൺലൈൻ ഒക്കെ ആകുന്നതിന് മുമ്പ് നമ്മൾ ബബിളിംഗ് OMR എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത്, അതിനൊക്കെ മുമ്പ് ഈ ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ 2013 അവസാനിപ്പിക്കുന്നത്. അതിനുശേഷമാണ് OMR-ലോട്ട് വരുന്നത്. OMR-ന് ശേഷം വരുന്നൊരു സംവിധാനം എന്ന് പറയുന്നത് 17 ഞാൻ ഈ എക്സാം എഴുതാൻ പോകുമ്പോൾ എനിക്ക് 3 പേപ്പറാണ്. ആദ്യത്തെ പേപ്പർ 1, അത് 60 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൽ 50 അറ്റൻഡ് ചെയ്താൽ മതി. ചോയ്സ് ഉണ്ട്. ഇപ്പൊ ചോദിച്ചില്ല. രണ്ടാമത്തെ പേപ്പർ ഈ ആദ്യത്തെ 3 മണിക്കൂർ ഷെഡ്യൂളിൽ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ അപ്പൊ തന്നെ അടുത്ത പേപ്പർ നമ്മുടെ സബ്ജക്ട് പേപ്പറാണ്. രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള വലിയ എക്സാം. ഇത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞൊരു പരീക്ഷയുണ്ട് 3 മണിക്കൂർ 75 ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന്റെ സമയത്ത് ഈ 75 ക്വസ്റ്റ്യൻ എക്സാം എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നെ ചെയ്യേണ്ടതെന്ന്. ആ ഒന്നാമത് PG കയറിയ സമയം, രണ്ടാമത് ഈ ചോദ്യങ്ങളൊക്കെ ഏത് സബ്ജക്റ്റിൽ നിന്നാണ് വേർതിരിക്കാൻ പോലും എനിക്കറിയില്ല. മൊഡ്യൂൾ ഉണ്ടല്ലോ, ഈ 10 മൊഡ്യൂളിനകത്ത് വേർതിരിക്കാനാണ് എനിക്കറിയാം. സബ്ജക്ട് പേപ്പറാണ് 75 ക്വസ്റ്റ്യൻ സബ്ജക്ട് പേപ്പറാണ്. എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ആ എക്സാം ഹോളിൽ ഉറങ്ങുമായിരുന്നു. അവസാനത്തെ 1/2 മണിക്കൂറിൽ ഞാൻ ഉറങ്ങുമായിരുന്നു. അവിടുത്തെ ഒരു ടീച്ചർ ഇൻവിജിലേറ്റർ, ഞാൻ എറണാകുളത്ത് എക്സാം എഴുതുന്നത്. ആ എക്സാം ഇൻവിജിലേറ്റർ ആയിട്ട് വന്ന ടീച്ചർ എന്നോട് ഒന്ന് വെള്ളം തന്നിട്ട് ഇതിൽ പറ്റിയോ വയ്യെന്ന് ചോദിക്കുന്നു. അറിയാത്തോണ്ട് എനിക്കറിയത്തില്ല. അപ്പോഴും ഉണ്ട് മൾട്ടിപ്പിൾ ടൈംസ് എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഞാനിത് ആദ്യം എഴുതാൻ പോകുമ്പോൾ ഞാനിത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ഞാൻ കരുതുന്നത് ഇത്രയും ഫസ്റ്റ് ഇയർ. പക്ഷെ അന്ന് കട്ട് ഓഫിന്റെ കാര്യത്തിലുണ്ട് വ്യത്യാസം. അന്ന് 54% കട്ട് ഓഫ് വന്നിട്ടുണ്ട്. 54 കുറച്ചാളുകളെ അവിടെ കിട്ടത്തുള്ളൂ. 56 മുകളിലേക്ക് പോകത്തുള്ളൂ. അത്രയും കുറച്ച് 56% മുകളിൽ. അത് ഒത്തിരി വ്യത്യാസമുണ്ട്. റിസൾട്ടിന്റെ കാര്യത്തിലേക്ക് ഇപ്പൊ ഭയങ്കര വ്യത്യാസമുണ്ട്. കഴിഞ്ഞ നെറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ കോളേജിൽ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സാറിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പൊളിറ്റിക്സിന്റെ കട്ട് ഓഫ് 224 238 അങ്ങനെ വലിയ കട്ട് ഓഫ് ആയിരുന്നു. വലിയ കട്ട് ഓഫ്. എന്നാലോചിച്ച് ചോദിക്കും, 300 ക്വസ്റ്റിനകത്ത് 224 വരുന്നതെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് ആകെ 38 ക്വസ്റ്റ്യനാണ് ഈ മൊത്തം കട്ട് ചെയ്യാൻ പറ്റുന്നത്. അവിടെയാണ് ഈ 38 തെറ്റിപ്പോവുക, 38 അറ്റൻഡ് ചെയ്യാതെ ഇരിക്കുന്നവരായിരിക്കും. എല്ലാം ചേർത്ത് ഈ 38 മാത്രമേ കളയാൻ പറ്റുള്ളൂ. എത്താൻ. അപ്പൊ അവിടുന്നാണ് ഞാൻ പറഞ്ഞത്, ആദ്യം എക്സാം എഴുതിയിടത്തു നിന്നാണ് പിന്നെ ഒരു എക്സാം എഴുതുമ്പോൾ ഈ സാധനം ഓക്കെ ഇത് ഇന്ന സബ്ജക്റ്റിൽ നിന്നാണെന്ന് വേർതിരിക്കാൻ പറ്റുന്നു.
അടുത്ത പ്രാവശ്യം എഴുതുമ്പോഴേക്ക് എനിക്ക് ഈ സബ്ജക്റ്റാണ് അറിയാത്തതെന്ന് വെറുതിരിക്കാൻ പറ്റുന്നു. പിന്നെയും കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് ഓക്കെ ഈ സബ്ജക്റ്റ് കൊണ്ട് മാത്രം പറ്റിയല്ല, പേപ്പർ കൊണ്ട് മാത്രം. അല്ല അപ്പത്തേനും NT ആയില്ലേ? അന്നേരത്തെ എൻ്റെ എൻ്റെ രണ്ടാമത്തെ NT ആയി കഴിയുമ്പോഴത്തേനും നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയില്ലോ. ലൈക്ക് അതായിരുന്നു വലിയൊരു കൺസേൺ. കാരണം 17 18 EYQ നമ്മൾ നോക്കിയിട്ട് പോകുന്നത് 18 വന്നു കഴിയുമ്പോൾ ഉപകാരമില്ല. 18 ശേഷമുള്ള നോക്കിയാൽ മതി. 18 ശേഷം അല്ല, ഞാൻ പറഞ്ഞു ഒന്നും നോക്കരുതെന്നല്ല, പാറ്റേൺ ഭയങ്കര വ്യത്യാസമുണ്ട്. രണ്ടുപേരും ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എക്സാം നടത്താൻ വേണ്ടി തന്നെയുള്ള ഒരു സംവിധാനം. വളരെ പ്രൊഫഷണൽ ആയിരിക്കും ഇവരുടെ എക്സാം. മറ്റതുപോലെ ഒരു ഡയറക്ടർ ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാനായിട്ട് ഇല്ല. ഇവരുടെ ജോലി ജോലി എന്താണ്? എക്സാം ഉണ്ടാക്കുക, എക്സാം എഴുതിപ്പിക്കുക. അതെ. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കുറച്ചാൾ മുമ്പ് 24 ജൂണിൽ നടന്ന എക്സാം ക്യാൻസൽ ചെയ്തു. അതിനേക്കാൾ ബെറ്റർ ക്വസ്റ്റ്യൻസുമായിട്ട് അതേ എക്സാം ഓഗസ്റ്റ് നടന്നു. ഉണ്ട്, സർപ്ലസ് ആയിട്ട് ഈ സാധനം ഉണ്ട്. ഇനിയും ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തലക്കലോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് സബ്ജക്ട് എടുത്ത് നോക്കിയാലും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും കാണത്തില്ല. അതിപ്പം ഇംഗ്ലീഷ് നോക്കിയാലും ഞാൻ എക്കണോമിക്സ് നോക്കിയാലും ഇല്ല. പിന്നെ ഇതെല്ലാം അവിയൽ പരുവത്തിലാണ് കിടക്കുന്നത്. മുമ്പേ പറഞ്ഞല്ലേ ഇന്നത് ഈ സബ്ജക്റ്റിലാണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേറെ എന്തെങ്കിലും ഒരു മൊഡ്യൂളിൽ നിന്നായിരിക്കും. നമ്മൾ പഠിക്കാൻ എടുക്കുമ്പോൾ PYQ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം സത്യത്തിൽ ഇവിടെയാണ്. കാരണം ശരിയാ, മനസ്സിലായി. അത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിപ്പിക്കുമ്പോഴാണ് എല്ലാവരും പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാന്ന്. പക്ഷേ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കേട്ടോ, എന്നാൽ ശരി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അവിടെ കിട്ടും, NTയുടെ വെബ്സൈറ്റിൽ കിട്ടും. നേരെ പോവുക, 10 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് വന്നിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് സോൾവ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഇവർ മനസ്സിലാക്കി എവിടുന്ന് വന്നു, എന്തിന് വന്നു. അത്രയൊന്നും നീളത്തില്ലെന്നാണ്. കാരണം നമുക്കൊരു മണിക്കൂറിൽ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരു 100 ക്വസ്റ്റ്യൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഇരുന്നു. എത്ര ക്വസ്റ്റ്യൻ പോകും ഒരു മണിക്കൂറിൽ? പഠിക്കാനാണെങ്കിൽ മാർക്ക് ചെയ്ത് പോകുന്നത് പോലെ, അല്ലെങ്കിൽ ശരിയാണോ തെറ്റാണോ എന്ന് മറിച്ച് നോക്കി പോകുന്ന പോലെ അല്ല, മനസ്സിലാക്കി പഠിച്ച സാധനം എന്താണ്. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ കൺസെപ്റ്റുവൽ ആയ ഒരു ക്ലാരിറ്റി വരുത്തി ഇത് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എടുത്തു, ഇതും നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ പറയുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ എടുത്തു, ഇതിന്റെ ശരി ഉത്തരം ഇതാണ്. സേ ഫോർ എക്സാമ്പിൾ A ആണ്, Bയും Cയും Dയും തെറ്റാനുണ്ടാകുന്ന കാരണം അറിയണം. അതറിയാമെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് വരുന്ന വേറൊരു ചോദ്യത്തിനെ നമുക്ക് ഈസിലി ടാക്കിൾ ചെയ്യാൻ പറ്റും. അടുത്ത പ്രാവശ്യം ചോദിക്കാൻ പോകുന്ന ഈ ചോദ്യമല്ല. അതെ, ഒരിക്കലും ചോദിക്കില്ല. അതാണ് ഈ സെറ്റ് നെറ്റ് തമ്മിലുള്ള വ്യത്യാസം. സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് നമുക്ക് ഒരു 10 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, 10 വർഷം പോകണ്ട, 5 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ 2019 തൊട്ടോ 20 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ആ 5 ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിംപിളി എളുപ്പത്തിൽ നമുക്ക് 50 കൂടുതൽ ശതമാനം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ഓഗസ്റ്റിലെ സെറ്റ് എക്സാമിന്റെ റിവ്യൂ നടത്തിയപ്പോൾ 44 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് എക്കണോമിക്സിനകത്ത്. 120 44, മോർ ദാൻ 33%. 3 മുകളിൽ ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ഇങ്ങനൊരു സാധനം നെറ്റ് എക്സാമിന് കിട്ടുന്നില്ല. അല്ല, പറഞ്ഞ പോലെ നെറ്റ് എന്താണെന്ന് നമ്മൾ പറയുന്നുണ്ട്, നെറ്റ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നെറ്റ് എക്സാം എന്തിനു വേണ്ടിയാണ് എന്നറിയാത്ത കുറച്ച് പേരെങ്കിലും വെളിയിൽ കാണും. പറഞ്ഞു തുടങ്ങിയത് ആർക്ക് എഴുതാന്നുള്ളതാണ്. ശരിക്കും PG എഴുതി ആദ്യത്തെ വർഷം ഒരു സാധനം എഴുതാൻ തുടങ്ങാം. അതായത് നിങ്ങൾ ആ റിസൾട്ട് കിട്ടുന്ന കാർഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ വാലിഡിറ്റി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. PG കിട്ടിയതിന് 2 വർഷത്തിനുള്ളിൽ, അതായത് ഈ റിസൾട്ട് വന്ന് നമുക്ക് റിസൾട്ട് വരുന്ന ഡേറ്റ് തുടങ്ങി കൃത്യം 2ാമത്തെ വർഷം തീരുന്ന ആ ഡേറ്റ് വരെ അതിനുള്ളിൽ PG കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ ഡേറ്റ് ചെയ്തിട്ടുള്ള PG സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ വാലിഡ് ആവും. അത് ഈ നെറ്റ് സർട്ടിഫിക്കറ്റിന്റെ വലിയ പ്രത്യേകത. ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം എന്താണ് സ്വന്തമായിട്ട് നിൽക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഓട്ടോണമസ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ബാക്കിയുള്ളതെല്ലാം. പക്ഷേ നെറ്റിന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഓട്ടോണമസ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അല്ല. അതെ, നമ്മളുടെ ഇപ്പോൾ കട്ട് ഓഫ് നമുക്കിപ്പോൾ നെറ്റിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിയുമ്പോഴത്തേക്കും ഇത് വെളിയിൽ കൊണ്ട് കാണിച്ചിട്ട് കാര്യമില്ല. ഈ ഡേറ്റിങ്ങിന് ഉള്ളിലുള്ള PGയുടെ സർട്ടിഫിക്കറ്റ് വേണം. PGയുടെ മാർക്കിൽ വ്യത്യാസം വരും. റിലാക്സേഷൻ ഉള്ളത് 55 ആ റിലാക്സേഷൻ ഉള്ളത് ആർക്കാണ്? OBC കാറ്റഗറിക്കും റിസർവേഷൻ കാറ്റഗറിക്കുമാണ്. അപ്പൊ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ കൂടെ വേണം. അങ്ങനെ ഒരു സെറ്റ് ഓഫ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രം വാലിഡ് ആകുന്ന ഒരു ക്വാളിഫിക്കേഷൻ ആണ് നെറ്റ് പരീക്ഷ. അത് കുറെ പേർക്ക് അറിയാത്തൊരു കാര്യമാണ്. നമ്മൾ നെറ്റ് കിട്ടി, പക്ഷെ ഇതിന്റെ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എന്താണ്, ഇത് പ്രിന്റഡ് ആയിട്ട് കിട്ടുമോ, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഡൗട്ടൊക്കെ ഉണ്ട്. അത് ശരിക്കും കേറ്ററ്റിന് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് കൊണ്ടാണ് ഇതാണോ ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്നുള്ള കൺഫ്യൂഷൻ എല്ലാവർക്കും, എസ്പെഷ്യലി കേരള ബേസ്ഡ്, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ.
മറ്റു സംസ്ഥാനങ്ങളിലുള്ള നമുക്ക് അറിയത്തില്ല. പക്ഷെ ബേസിക്കലി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് LBS വൃത്തിക്ക് സെറ്റ് നടത്തുന്നുണ്ട്. അവരുടെ എക്സാംസ് എല്ലാം വളരെ പ്രോംപ്റ്റ് ആയിട്ടുള്ള എക്സാം ടൈംലി ആയിട്ട് നടക്കുന്നുണ്ട്. അതെ അതെ അതെ, മുടക്കം വരുന്നില്ല. ആൻഡ് റിസൾട്ടുകളും ടൈംലി ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്നതും വെരിഫൈ ചെയ്യുന്നതും ടൈംലി ആയിട്ട് നടക്കുന്നുണ്ട്. വെരിഫൈഡ് നമ്മൾ ബോണഫൈഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ബട്ട് NTI ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അതെ അതെ, നമ്മൾ പറഞ്ഞു വന്നത് ഈ ശരിക്കും പോസ്റ്റ് ഗ്രാജുവേഷന് കയറുന്ന ഒരാൾക്ക് ഇത് എഴുതി തുടങ്ങാം. ആദ്യത്തെ അറ്റൻഡ് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. കിട്ടിയവരുണ്ട്. സാറ് കിട്ടി. സാറ് സെക്കൻഡ് ഇയർ ആയിരുന്നു കിട്ടി. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്ത ഒരാൾ, എക്സാം എന്താണെന്ന് അറിയാത്ത ഒരാൾ ആദ്യത്തെ അറ്റൻഡ് കിട്ടും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ വൺസ് നിങ്ങൾ ഇത് എഴുതി കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിലാവും. പിന്നെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, എല്ലാവരും ചെയ്യുന്നൊരു കാര്യം, ഇപ്രാവശ്യം പഠിച്ചില്ല അതുകൊണ്ട് എക്സാം എഴുതുന്നില്ല. ഒരു തവണ എക്സാം എഴുതാതിരുന്ന ലിറ്ററലി നിങ്ങൾ ഒരു വർഷത്തിന് ശേഷമാണ് ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. മറ്റേതൊരു 3 മാസം കൂടുമ്പോൾ നിങ്ങൾ ഈ കോച്ചിങ് സംവിധാനത്തിലേക്ക് തിരിച്ചു വരുവാണ്, അല്ലെങ്കിൽ പഠിക്കുന്ന സംവിധാനത്തിലേക്ക് തിരിച്ചു വരും. ജൂണിൽ എക്സാം നടന്നു, അടുത്ത എക്സാം ഡിസംബറിലാണ്. ജൂലൈ വരെ നിങ്ങൾ റിസൾട്ട് വെയിറ്റ് ചെയ്തു. ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ വീണ്ടും നിങ്ങൾ പഠിക്കാൻ തുടങ്ങും. സബ്ജക്റ്റുമായിട്ട് ടച്ചിലാണ്. വൺസ് നിങ്ങൾ ഈ ഡിസംബർ സ്കിപ്പ് ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ അടുത്ത ജൂണിലേ ഉള്ളൂ. ഒരു വർഷം കഴിഞ്ഞാണ് സൈക്കിളിലേക്ക് വരുന്നത്. ഇതിൽ ഞാൻ മനസ്സിലാക്കിയ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇത് നെറ്റ് കിട്ടിയ ഒരാളാണെങ്കിൽ പോലും പഠിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നെറ്റ് എഴുതിക്കൊണ്ടിരിക്കണം. റിസർച്ചിനെ പറ്റി നമ്മൾ ദ ലീസ്റ്റ് വേഗമായിട്ടെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എഴുതണം. കാരണം ഞാൻ ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ വായിക്കുമ്പോഴെല്ലാം കറൻ്റ്ലി സബ്ജക്റ്റിൽ വാലിഡ് ആയിട്ടുള്ള ഏരിയാസ് ഏതാണോ അവിടാണ് ഫോക്കസ് വരുന്നത്. അതാ ഈ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ, ഇപ്പോൾ എക്കണോമിക്സിൻ്റെ എനിക്ക് പറയാൻ പറ്റുന്ന എക്കണോമിക്സ് ആണെന്ന് പറയുന്നതാണ് മാത്തമാറ്റിക്കലായിട്ടുണ്ട്. കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്, എക്കണോമെട്രിക്സിലേക്ക്, മാത്തമാറ്റിക്സിലേക്ക്, ഇൻ്റഗ്രേഷനിലേക്ക് ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ടൊരു ചേഞ്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ഒരിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ റൈറ്റിംഗ് അതിപ്പം ഇന്ത്യൻ റൈറ്റിംഗ്, അമേരിക്കൻ ലിറ്ററേച്ചർ, വേൾഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന സാധനം. പക്ഷെ ഇപ്പോഴാണെങ്കിൽ കഴിഞ്ഞ പരീക്ഷയെ പറ്റി പല രീതിയിലുള്ള അനാലിസുകളാണ്. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് എണ്ണി നോക്കുമ്പോൾ അതിന് 32 ക്വസ്റ്റ്യൻ ലിറ്ററി ക്രിറ്റിസിസത്തിൽ നിന്നാണ്. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് റിസർച്ചിലേക്ക് പോകുമ്പോൾ പുതിയ തിയറികളിലേക്കാണ് ആളുകളുടെ ഫോക്കസ് പോകുന്നത്. ഷേക്സ്പിയറിനൊന്നും ആർക്കും വേണ്ടിപ്പോൾ കാലഘട്ടപ്പെട്ട് പോകും. അതെ, സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേനും ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഷേക്സ്പിയറിന് 2 നാടകം പഠിച്ചാൽ പോരാ ചോദിക്കുന്നത്. ഇവർക്ക് ഇത് വല്ലതും അറിയാവോ? വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്ന് പറയുന്ന ഒരാൾ ഉറപ്പായിട്ട് നേടിയിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ തന്നെയാണ് നെറ്റ്. ബേസിക് ക്വാളിഫിക്കേഷൻ ആവുന്നുണ്ടല്ലോ. കാരണം ഇപ്പം നമ്മളെ റിസൾട്ടിൻ്റെ അകത്ത് നോക്കിയാൽ ഈ 3 കാറ്റഗറി റിസൾട്ട് വരുന്നത് ഇവിടുന്നാണ്. ഒന്ന് അഡ്മിഷൻ ടു PhD. കാരണം റിസർച്ച് ഒരു അത്യാവശ്യ ഘടകമാണ്. ഒരു നാഷണൽ ഡെവലപ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്കിൽഡ് വർക്ക് ഫോഴ്സിനെ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ കുറേ കൂടെ ബെറ്റർ ആയ, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ നല്ലപോലുള്ളൊരു രാജ്യത്ത് ഇവരൊന്ന് ബെറ്റർ പെർഫോം ചെയ്യണമെങ്കിൽ ബേസിക്കലി ഇവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് കുറച്ച് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വേണം. ഓഫ് കോഴ്സ് R&D വേണം. അല്ല, ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മളൊരിക്കലും ഡെവലപ്പ് ആകുന്ന കൺട്രി അല്ല. നമ്മളെപ്പോഴും ജപ്പാനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യും, നമ്മളെപ്പോഴും ചൈനയെ വെച്ച് കമ്പയർ ചെയ്യും, അമേരിക്ക വെച്ച് കമ്പയർ ചെയ്യും. അമേരിക്ക കുറച്ചുകൂടെ പ്രൈവറ്റൈസ്ഡ് ആണെങ്കിൽ പോലും അവിടുത്തെ ഏറ്റവും നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സാധനം വരുന്ന എവിടെ നിന്നാണ്? R&Dയിൽ നിന്നാണ്. റിസർച്ച് ചെയ്യാതെ ഒരിക്കലും ഡെവലപ്മെന്റ് ഉണ്ടാകില്ല. നമ്മളുടെ എസ്പെഷ്യലി നമ്മളെ കേരളത്തിലെ ഒരു ഫാമിലിയൽ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫാമിലിയൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികളാകുക, അല്ലെങ്കിൽ ഒരു ലേബർ ആകുക, അല്ലെങ്കിൽ ഒരു ജോലി മേടിക്കുക, അതിന്റെ സർക്കാർ ജോലി. അതായത് വേറെ എന്ത് തരത്തിലുള്ള സ്ഥിരം വേജ് അക്സെപ്റ്റബിൾ അല്ല. ഇതിൽ ഏറ്റവും വലിയ വിറ്റെന്നറിയോ? ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ആളുകൾ പറയുന്നതെന്നറിയോ? വെറുതെ ഞാനത് കഴിഞ്ഞ് PG ക്കൊന്നും പോകുന്നില്ല, ഞാൻ PSC കോച്ചിങ് എന്ന് പറയുന്നൊരു കോഴ്സ് എടുത്തിട്ട് ഞാനിത് എൻ്റെ ജോലി സ്വസ്ഥമാക്കാൻ, എൻ്റെ ജീവിതം സുസ്ഥിരമാക്കാൻ പോവുകയാണെന്നാണ് വിചാരിക്കുന്നത്. ബാങ്ക് ടെസ്റ്റ് എഴുതുന്നത് തെറ്റാണെന്നല്ല, പക്ഷേ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സേഫ്റ്റിയാണ്. അതെ 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 അതെ, തെറ്റാണെന്നല്ല, പക്ഷെ ഒരു പറഞ്ഞല്ലോ നമ്മുടെ സൊസൈറ്റിയിൽ കൺസേൺസ് കൊണ്ട് നമ്മൾ ഈ ഒരു ഇതിലോട്ടാണ് മോൾഡഡ് ആവുന്നത്. നമ്മൾ മറ്റേ വെച്ചിലോട്ടെ എങ്ങനെയും രക്ഷപ്പെടണം. അയ്യോ എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി. പക്ഷേ ഈ രക്ഷപ്പെടുത്തുന്ന സിസ്റ്റം സ്റ്റാഗ്നന്റ് ആയിട്ട് നിന്നുപോയി. അതായത് സ്റ്റാഗ്നന്റ് എഡ്യൂക്കേഷന്റെ കാര്യം മാറേണ്ടതായിരുന്നു. അത് എന്നോ മാറേണ്ടതായിരുന്നു, എന്നോ ഡെവലപ്പ് ചെയ്യണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ ആലോചിക്കുന്നുണ്ട്. പക്ഷേ 19ാം നൂറ്റാണ്ടിൽ നമ്മുടെ എവല്യൂഷൻ കണ്ടുപിടിച്ച നമ്മുടെ ഡാർവിൻ എവല്യൂഷൻ കണ്ടുപിടിച്ച ആ സമയത്തുള്ള ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടക്കുന്നത്.
അന്ന് അത്രയും വലിയ ഡെവലപ്മെന്റ് വന്നതുകൊണ്ട് നമ്മുടെ എക്കോണമി അങ്ങ് ബൂമായി. അത് മന്ത്രശക്തി കൊണ്ട് ഒരു ദിവസം നടന്നല്ലോ. അത് ആളുകൾ നീടുണ്ടായിരുന്നപ്പോൾ ആളുകൾ പുതിയ വഴി കണ്ടുപിടിച്ച് ആ രീതിക്ക് ലോകം മാറി. പക്ഷേ നമ്മളുടെ എക്കോണമി ഇപ്പോൾ ഗ്രോ ചെയ്യാതിരിക്കുന്നതിനും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡെവലപ്പ് ആകുന്നില്ല എന്നല്ല, മറ്റാരോ കണ്ടുപിടിച്ച സിസ്റ്റത്തിലേക്ക് നമ്മൾ സിസ്റ്റമായിട്ട് ആയിട്ട് പോകുന്നുണ്ട്. എന്തുകൊണ്ട് ഇപ്പോഴത്തെ യുവാക്കൾക്ക് ജോലിയില്ല? ഇവിടെ ജോലി സാധ്യതകൾ ഉണ്ടാക്കപ്പെടുന്നില്ല. ഇതിന്റെ എല്ലാത്തിന്റെയും കോറിയല്ലെന്ന് എങ്ങോട്ടാ? ഈ നമ്മൾ നമ്മൾ ഈ പറയുന്ന ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുന്നില്ല, പുതിയ മേഖലകൾ നമ്മൾ പറയുന്നത് കണ്ടുപിടിക്കുന്നില്ല. നമ്മൾ മുമ്പേ പറഞ്ഞല്ലേ, ഇതാണ് ഇത്ര ജോലികളാണ് ഇവിടെ ഉള്ളത്, ഇത് നിങ്ങൾ വേണ്ട ഒരു വീതിച്ചെടുത്ത് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ മുമ്പേ പറഞ്ഞ റിസർച്ചിന്റെ അത്യാവശ്യം വരുന്നത്. നമുക്ക് പഠനങ്ങൾ നടക്കണം എല്ലാ കാര്യത്തിലും. ഇപ്പോൾ എക്കണോമിക്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, എല്ലായിടത്തും പഠനങ്ങൾ നടത്തി നോളജ് സിസ്റ്റത്തിലേക്ക് പുതിയ എന്തെങ്കിലും കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ആ പുതിയതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഫോർ നെയിം സേക്ക് പൊക്കോണ്ടിരുന്ന കുറേ റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ PhDs ഉണ്ട്. അതായത് പ്രൊമോഷൻ കിട്ടാൻ ചെയ്യുന്നവര്, ഇങ്ങനത്തെ സംവിധാനം ഉണ്ട്. പേരിന് മുമ്പ് ചെറിയൊരു DR കിട്ടാൻ വേണ്ടി പ്രൊഫൈലായിരുന്നു പ്രശ്നം. ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഗവൺമെന്റ് കൊണ്ടുവരിക. അതായത് ഇവര് ചെയ്യുന്ന റിസർച്ച് ഉപകാരമുള്ള റിസർച്ചാണ്. കാരണം എന്തുതരം ഫെലോഷിപ്സ് ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ചീഫ് മിനിസ്റ്റേഴ്സ് ഫെലോഷിപ്പ്, റിസർച്ച് ഫെലോഷിപ്പ്, ഒരു ഫെലോഷിപ്പും കിട്ടാതെ റിസർച്ച് ചെയ്യുന്ന ആളുകൾക്ക് ചീഫ് മിനിസ്റ്റേഴ്സ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ ഫെലോഷിപ്പ് പ്രൊവൈഡ് ചെയ്യാം. കേരളത്തിൽ നേരത്തെ ഉണ്ട്, ഇതിപ്പോ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം നമ്മൾ യൂണിയൻ ലെവലിലെടുത്താലും സ്റ്റേറ്റ് ലെവലിലെടുത്താലും ഏത് ഗവൺമെന്റും എയിം ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറെ പേരെ ഈ റിസർച്ച് ചെയ്യുന്ന ഫീൽഡിൽ ആവശ്യം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒരു കാലഘട്ടത്ത് അഗ്രികൾച്ചർ ആയിരുന്നു നമ്മുടെ എക്കോണമി ഡിഫൈൻ ചെയ്തിരുന്നത്. പിന്നെ സർവീസ് സെക്ടറിലേക്ക് നമ്മൾ വന്നു. അപ്പോൾ ജോലിക്കാരുടെ വാല്യൂ വന്നു. ജോലിക്കാർ വേണ്ടി വന്നപ്പോൾ ഡിഗ്രിക്കാർ വേണ്ടി വന്നു. അങ്ങനെ ഒരു ഡിഗ്രിക്ക് ഒരു എക്കണോമിക് ബൂം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ മാർക്കറ്റിൽ ഡിഗ്രിക്ക് ഒരു ബൂം ഉണ്ടായിരുന്നു. ആ ബൂം അവസാനിക്കുകയാണെന്നാണ് ഇപ്പോഴത്തെ നമ്മളെ കോളേജ് അഡ്മിഷൻസ് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ആക്ച്വലി അതൊരു സൈക്കിളാണ്. അതായത് ഇപ്പം ഈ മുമ്പേ 3 വർഷം പഠിച്ചാൽ ഡിഗ്രി കിട്ടും എന്ന് പറയുന്നതിനകത്തൊന്നും ഓക്കെ, ഇനി 4 വർഷം കോളേജിൽ പഠിക്കണം എന്ന് പറയുന്ന ഒരു സാധനം പഠിക്കണം. പക്ഷെ അതിനകത്തൊരു കാര്യമുണ്ടേ, ആക്ച്വലി ശരി, ഇതിനെപ്പറ്റി സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഈ FIUGP സിസ്റ്റം ഈ കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നല്ലേ, നെറ്റ് എക്സാം എഴുതാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ ശരിക്കും ഈ BS FIUGP 4th year പഠിക്കുന്നവർക്കാണ്. ഇപ്രാവശ്യത്തെ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ 4ാം വർഷം ഓണേഴ്സ് പഠിക്കുന്നവരാണോ ചോദിക്കുന്നുണ്ട്. NEP ഇംപ്ലിമെന്റ് ചെയ്ത് 2020 ചില സംസ്ഥാനങ്ങളിലെങ്കിലും ഒരു ബാച്ച് വിജയകരമായി പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എടുത്താലോ അല്ലെങ്കിൽ തമിഴ്നാട് എടുത്താലോ, തമിഴ്നാട്ടിലൊക്കെ ഇന്റഗ്രേറ്റ് വരുന്നുള്ളൂ. ബാംഗ്ലൂരിലെ ക്രിസ്ത്യാനി കോളേജ് പോലെ ക്രൈസ്റ്റ് കോളേജ് പോലെ അവരൊക്കെ 4 year ഇന്റഗ്രേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഒരു ബാച്ച് പാസ് ഔട്ട് ആയി. NEPയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, NEPയിലാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. NEPയിൽ നമ്മളോട് മുമ്പോട്ട് എടുത്ത് വെച്ച ഏറ്റവും വലിയ കാര്യമാണ് നമ്മൾ ഈ ഡിസംബറിലെ നെറ്റ് എക്സാമിലേക്ക് നമ്മൾ കാണാൻ പോകുന്നത്. എന്നതാ UGC പിരിച്ചുവിടാൻ പോവാ. അതെ, എന്നിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ HCA വരും, ചിലപ്പം നെഗറ്റീവ് മാർക്ക് വരും. അത് പറയാൻ പറ്റില്ല. UGC ഇപ്പം തീരുമാനിച്ചിട്ടുള്ള സിസ്റ്റത്തിലാണ് നമ്മൾ പരീക്ഷ എഴുതുന്നത്. UGC തീരുമാനിച്ചിട്ടുള്ള സിസ്റ്റത്തിലാണ് നമ്മൾ പരീക്ഷ എഴുതുന്നത്. UGC ആണ് കരിക്കുലം നടത്തുന്നത്. NTA ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നു, കണ്ടന്റ് കൊടുക്കുന്നു, ഐഡിയൽസ് കൊടുക്കുന്നു, ഫോർമാറ്റ് കൊടുക്കുന്നു, നിങ്ങൾ പരീക്ഷ നടത്തിക്കോന്ന് UGC പറയുന്നു. ആ പരീക്ഷ നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരെയാണ് ഇപ്പോൾ പറഞ്ഞു വിട്ടിട്ട് വേറെ ആൾക്കാരെ കൊണ്ടുവരാൻ പോകുന്നത്. എന്ത് സംഭവിക്കാം? പേപ്പറിന്റെ എണ്ണം കൂടാം, സിലബസിൽ വ്യത്യാസം വരാം, എക്സാം പാറ്റേണിൽ വ്യത്യാസം വരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യത്യാസം വരാം. ഓബ്വിയസ്ലി നെഗറ്റീവ് മാർക്കിംഗ് വരാം. കാരണം ഓൾറെഡി CSIR നെറ്റിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട്, ഇവർക്ക് റിസർച്ച് ചെയ്യാൻ കൂടുതൽ ആളെ വേണം. അതുകൊണ്ടാണ് ഈ റിസൾട്ട് 3 ടയറായിട്ട് ഇവർ ഡിവൈഡ് ചെയ്തേക്കുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾ ഈ ക്വാളിഫൈഡ് ഫോർ PhD എന്ന് പറയുന്ന സാധനത്തിന്റെ വാലിഡിറ്റി 1 വർഷമാണ്. അത് നമ്മൾ സാധാരണ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് നെറ്റ് പറയുന്ന പോലെ അല്ല. അതായത് അത് കഴിഞ്ഞ് 2 വർഷം കൊണ്ട് കഴിഞ്ഞിട്ട് PG കൊണ്ട് കാര്യമില്ല. ഇത് ക്ലെയിം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് PG ഉണ്ടാവണം. ആൻഡ് ഇത് കിട്ടി 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഇത് ഉപയോഗിച്ചോടെ റിസർച്ച് ജോയിൻ ചെയ്തോണം. അല്ല, ഇത് പറയുന്ന പോലെ എല്ലാവരും മറ്റേ നമ്മൾ നെറ്റിൻ്റെ റിസൾട്ടിനെ പറ്റി സംസാരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞാൽ JRF കിട്ടി, വാവ് ബലേബേഷ്, നെറ്റ് കിട്ടി, വെരി ഗുഡ്, അഡ്മിഷൻ വെച്ച് കിട്ടി, അത്രേ ഉള്ളൂ. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് ആൾക്കാർ മൊത്തം കാണുന്നത്. പക്ഷെ ആളുകൾ മനസ്സിലാകുന്നില്ല, ദിസ് ഈസ് ദ ഫ്യൂച്ചർ. ഇത് മാത്രമല്ല, JRF കിട്ടുന്നത് എന്തിനാണ്? റിസർച്ചിന് പോകാൻ പറ്റാണ്. ഇത് തന്നെയല്ലേ ഫസ്റ്റ് കാറ്റഗറി. അതെ, ലൈക്ക് യു ആർ നോട്ട് ഗെറ്റിംഗ് എ സ്റ്റൈഫൻഡ്, അൺലിമിറ്റഡ് ആക്സസ്. അതെ അതെ. നമുക്കിനി വേറെ നേരത്തെ എന്നതായിരുന്നു, നമുക്ക് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി റിസർച്ച് ചെയ്യണമെങ്കിൽ അവിടുത്തെ എൻട്രൻസ് തരണം, കേരള ചെയ്യണമെങ്കിൽ അവിടുത്തെ എൻട്രൻസ് തരണം, സെൻട്രൽ യൂണിവേഴ്സിറ്റി ചെയ്യണമെങ്കിൽ അതിന് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ
കേരള യൂണിവേഴ്സിറ്റി മുതൽ JNU വരെ ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഏതും ആയിക്കോട്ടെ റിസർച്ച് ചെയ്യണമെങ്കിൽ അഡ്മിഷൻസ് ടു PhD ക്വാളിഫിക്കേഷൻ ഉണ്ടോ ആ സ്കോർ കാണിക്കുക, തീസിസ് സബ്മിറ്റ് ചെയ്യുക, ലൈക്ക് സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യുക, ഡോക്ടർ കമ്മിറ്റിക്ക് പോവുക, നിങ്ങൾ റിസർച്ച് സ്കോളറാ. ഒരു അറ്റംപ്റ്റും കൂടെ മര്യാദയ്ക്ക് പഠിച്ചു കഴിച്ചാൽ എന്നാ കിട്ടും? JRF കിട്ടും. ഇത് ഈ ദൂരമാണ് പ്രശ്നം. അതായത് ഈ അഡ്മിഷൻ ടു PhD നെറ്റിലേക്കും നെറ്റിൽ നിന്ന് JRFിലേക്കുള്ള ദൂരമാണ് പ്രശ്നം. ശകലം ദൂരമുള്ളൂ. ബ്രിഡ്ജാണ് പ്രശ്നം. അത് ഒറ്റയടിക്ക് തീരത്തില്ല. അത് ഇപ്പം പറഞ്ഞ പോലെ വലിയ കാര്യം. അത് നമ്മൾ പേപ്പർ 2-ൻ്റെയും പേപ്പർ 1-ൻ്റെയും കാര്യം പറഞ്ഞല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ പേപ്പർ 1 രണ്ട് തരം ആൾക്കാരുണ്ട്. ഒന്ന് പേപ്പർ 2, എനിക്ക് പേപ്പർ 2 അറിയാം, പേപ്പർ 1 അല്ലേ എന്ന് പോയി പറഞ്ഞ് പരീക്ഷ എഴുതും. ഇതായിരുന്നു ആദ്യത്തെ വർഷം എൻ്റെ പ്രശ്നം. എനിക്ക് അഹങ്കാരമായിരുന്നു. എനിക്കറിയാം. ഒന്ന്, എല്ലാവർക്കും പേടിയുള്ള കണക്ക് എനിക്കറിയാം. എനിക്ക് ഇംഗ്ലീഷ് അറിയാം. ഇതാണ് പ്രശ്നം. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പോലുള്ള സാധനങ്ങൾ ഇതെനിക്ക് അറിയാം. പിന്നെ ഞാൻ കമ്പ്യൂട്ടർ അല്ലേ, CPU സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, അത്രേ ഉള്ളൂ. നമ്മൾ എഴുതും. വേറൊന്നും ആലോചിക്കുന്നില്ല. ആ പേപ്പർ പഠിക്കേണ്ട കാര്യമില്ല, ഇത് പഠിച്ചു. കാരണം എനിക്ക് സബ്ജക്റ്റ് അറിയത്തില്ല. നേരെ തിരിച്ചുള്ള വിഭാഗമുണ്ട്. സബ്ജക്റ്റ് നല്ലപോലെ അറിയാം, കണക്കറിയത്തില്ല. 10 ക്വസ്റ്റ്യൻ പ്രോംപ്റ്റ് ആയിട്ട് എല്ലാ ഷെഡ്യൂളുകളിലും കണക്ക് വരുന്നുണ്ട്. അതായത് 12 ക്വസ്റ്റ്യൻ വരെ വന്ന പ്രാവശ്യമുണ്ട്. കാരണം 6 ക്വസ്റ്റ്യൻ 7 ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്കൽ എബിലിറ്റിക്കകത്ത്, 5 ക്വസ്റ്റ്യൻ DAക്കകത്തൊന്നും വന്ന ഷെഡ്യൂൾ എക്സാംസ് ഇപ്പൊ ഈ കഴിഞ്ഞൊരു ഒരു 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഷിഫ്റ്റ് ചെയ്ത് നടന്നിട്ടുണ്ട്. കുറച്ചധികം ദിവസം എക്സാംസ് ഉണ്ട്, എല്ലാ ദിവസവും പേപ്പർ ഉണ്ട്. ഇതിൻ്റെ അകത്ത് പോലും ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതെ, ശരിക്കും ഒന്ന് ആലോചിക്കുക, എത്ര അറൗണ്ട് 20 മുകളിൽ സബ്ജക്ട്സ്. അതെ, 20 മുകളിൽ സബ്ജക്ട്സ്. 20 മുകളിൽ സബ്ജക്ട്സിന് 6 ദിവസമായിട്ട് എക്സാം നടക്കണേ. 6 ദിവസം 2 ഷിഫ്റ്റ് വെച്ച് 12 പേപ്പർ 1 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഒരു ബന്ധമില്ലാത്ത 600 ക്വസ്റ്റ്യൻസ്. ഒരു ബന്ധമില്ലാത്ത കാര്യം. അത്രയും റിച്ച് ആയിട്ടുള്ളതാണ് പേപ്പർ 1-ലെ കണ്ടന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സെറ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ മൊത്തം അനലൈസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കോർ ഏരിയാസ് മനസ്സിലാവും. പക്ഷേ ഇതോടെ ഒരു ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും അടുത്ത സെറ്റ് വരുന്നത്. അതാ നമുക്ക് പേപ്പറിൻ്റെ അത് അങ്ങനെ ഒരു പാറ്റേൺ പറയാൻ പറ്റത്തില്ല. ഇപ്രാവശ്യം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചാണ് റിസർച്ചിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻ നല്ലപോലെ ഉണ്ടാവും. 2 ക്വസ്റ്റ്യനാണ്, 2-3 ക്വസ്റ്റ്യനാണ്. പക്ഷേ സ്റ്റേബിളായിട്ട് വരുന്നൊരു സാധനം 5 DA, 5 കോംപ്രിഹെൻഷൻ, 5 മാത്സ്. ഈ 15 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 30 മാർക്ക് അഷ്വേർഡ് മാർക്കാണ്. 30 മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കണക്കിലെടുക്കുമ്പോൾ 300-ൽ 30 എന്ന് പറഞ്ഞാൽ 10%. 1%-നും 2%-നും 0.5%-നും ഒക്കെ നെറ്റ് പോകുന്ന 30%, 30 മാർക്ക് 10%. ഇതിന് ഇമ്പോർട്ടൻസ് ഭയങ്കര. പക്ഷെ അവിടെ നമ്മൾ പറയുന്ന പോലെ ഈ പേപ്പർ 1, പേപ്പർ 2 ഇത് രണ്ടും നമ്മൾ കോംപ്രിഹെൻസീവായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ നെറ്റ്. അതെ, അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച ഡീപ്പ് ലേണിങ്ങിന്റെ പ്രത്യേകത. അതെ, ഇത് കുറച്ച് അല്ലേ നമ്മൾ നമ്മളിപ്പോ സംസാരിച്ച് തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് എന്താണ് കാര്യം. ലൈക്ക് എല്ലാവരും നമ്മൾ പറഞ്ഞല്ലോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുക്കുന്നു, ഇതിങ്ങനെ എടുത്ത് വെക്കുന്നു, ഇതെന്താ എങ്ങനെ സാധനം നമ്മൾ പഠിച്ചെത്തുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇത് ഈ മിസ്റ്റേക്ക് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ആരാണെന്ന് അറിയോ? അവസാനം പഠിച്ചു തുടങ്ങുന്നത് നോട്ടിഫിക്കേഷൻ വന്നു എന്നാൽ നാളെ പഠിക്കാം, ഹോൾ ടിക്കറ്റ് വന്നു പഠിക്കാം. ഈ സാധനമാണ് പ്രശ്നം സത്യത്തിൽ. ഇത് ചെയ്യുന്ന നമ്മൾ CC പോലെ ഒരു ടീമിനെടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന മെച്ചം എന്ന് പറയുന്നത്, ഈ സാധനം ഒന്ന് പൊട്ടിച്ച് ഇന്ന സാധനം ഇന്ന ദിവസം പഠിക്കേ എന്ന് പറയാൻ ഒരാളുണ്ട്. ഇത് മോണിറ്റർ ചെയ്യാനും ആൻഡ് ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ ഒരു സിസ്റ്റം ഉണ്ട്. ഇതൊരു മസ്റ്റ് സാധനമാണ്. നിങ്ങൾ തന്നെ എങ്ങനെ പഠിക്കാൻ നോക്കിയാലും ഉണ്ടാവാത്ത ഒരു സാധനമാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ 2 തരം ആളുകളാണ് പരീക്ഷ എഴുതുന്നത്. കോമ്പറ്റീറ്റീവ് എക്സാം എന്തോ ആയിക്കോട്ടെ, KTET മുതൽ നീറ്റ് വരെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാം, JEE മെയിൻസ് വരെ ഉണ്ട്. ഇത് എഴുതുന്ന 2 തരം ആളുകളുണ്ട്. ഒന്ന് പരീക്ഷ ക്വാളിഫൈ ചെയ്യുന്നവർ, 2 പരീക്ഷ ക്രാക്ക് ചെയ്യുന്നവർ. എല്ലാവർക്കും ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. ക്വാളിഫൈ ചെയ്യുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത്രയും ഡീപ്പായിട്ടുള്ള നോളജ് ഉള്ള ആളുകൾ, പഠിക്കുന്ന ആളുകൾ, അവർ ചോദ്യങ്ങൾ കാണുമ്പോൾ അവരുടെ ഇന്നേറ്റ് ആയിട്ടുള്ള നോളജിൽ നിന്നും അവരുടെ കോംപ്രിഹെൻസീവ് കേപ്പബിലിറ്റി കൊണ്ടും അവരുടെ ഒരു എന്താണ് IQ ലെവൽ കൊണ്ടും, അങ്ങനെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നല്ല, അങ്ങനെ ഈസിലി ക്വാളിഫൈ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതൊരു സിസ്റ്റമാണെന്ന് മനസ്സിലാക്കി, ഈ സിസ്റ്റത്തിനെ നമുക്ക് ക്രാക്ക് ചെയ്യാമെന്ന് മനസ്സിലാക്കി
പഠിക്കുന്നവരാണ് ക്രാക്ക് ചെയ്യുന്നത്. ഇതാണ് സംഭവം. കാരണം ബൈ പ്രാക്ടീസ് MCQ അറ്റൻഡ് ചെയ്തു. ഞാൻ +2 സയൻസ് ആയിരുന്നു. ഞാൻ മെഡിക്കൽ എൻട്രൻസ് എഴുതിയിട്ടുണ്ട്, ഞാൻ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതിയിട്ടുണ്ട്, ഞാൻ എക്കണോമിക്സ് പഠിപ്പിക്കുക. എക്കണോമിക്സ് പഠിപ്പിക്കുക. ലിറ്ററലി ഞാൻ എത്ര എൻട്രൻസ് എക്സാംസ് എഴുതിയിട്ടുണ്ട്. ഞാൻ 2013 തോന്നുന്നു ആ സമയത്താണ് എഴുതുന്ന എക്സാമിന് ഒരു കണക്കില്ല. കോച്ചിങ് സെൻ്റർ ആണല്ലോ, ചന്നം പിന്നെ എക്സാംസ് ആണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ മെച്ചരിയുണ്ട്. അതായത് ഒരു MCQ കാണുമ്പോൾ, ഒരു സാധനം കാണുമ്പോൾ എലിമിനേഷൻ, ഇതിൻ്റെ ഉത്തരം അല്ല എന്ന് പറയാനായിട്ട് എനിക്ക് പറ്റും. അറ്റ് ലീസ്റ്റ് 4 എണ്ണത്തിൽ 2 എണ്ണം നമുക്ക് സ്ട്രൈക്ക് ഓഫ് ചെയ്താണ്. ഒരെണ്ണം സ്ട്രൈക്ക് ഓഫ് ചെയ്യാം, ബാക്കി 3 ആലോചിച്ചാൽ മതി. 25% ഓഫ് ദ പ്രോബ്ലം സോൾവ്. ഒരെണ്ണം എലിമിനേറ്റ് ചെയ്യുമ്പോൾ ആ പ്രശ്നം അത്രയും സോൾവ് ആയി. ഇത് ബൈ പ്രാക്ടീസ് സംഭവിക്കുന്ന. അപ്പോൾ ഏത് എക്സാം എടുത്താലും, PSC ചെയ്യുന്നവരെടുത്താലും, ഈ എക്സാം എഴുതിയുള്ള പ്രാക്ടീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എക്സാം എഴുതിയുള്ള പ്രാക്ടീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എല്ലാവരും ചെയ്യുന്നത് ഓക്കെ, 1ന്റെ ഉത്തരം D, ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി. 2ന്റെ ഉത്തരം C, ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി. 3ന്റെ ഉത്തരം C, ഞാൻ പറഞ്ഞ ശരിയാ. ഓക്കെ, 5 തെറ്റിയിട്ട് ശരിയാക്കി 5 എന്നെ തെറ്റിയെന്ന് അറിയത്തില്ല. ഇത് നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ, ഈ ഉത്തരം കാണുമ്പോൾ എനിക്കറിയാലോ ഇതല്ല എന്ന്. അടുത്ത പ്രാവശ്യം റെക്കഗ്നൈസ് ചെയ്യുന്ന. പക്ഷെ അടുത്ത പ്രാവശ്യം ചോദ്യം വരുന്നത് ഇങ്ങനെയല്ല. അവിടെയാണ് നമ്മൾ മുമ്പേ പറഞ്ഞ ഡീപ് ലേണിംഗ് മെത്തേഡ്. കൺസെപ്റ്റ് ക്ലാരിറ്റി ഇല്ലാതെ കാര്യമില്ല. അങ്ങനെ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടും കാര്യമില്ല. നമ്മളിപ്പോൾ ഈ കൺസെപ്റ്റ് ക്വാളിറ്റി ഇല്ലാതെ എങ്ങനെയും ഒക്കെ ലക്കിനൊക്കെ നെറ്റ് പാസ്സാകുന്നവരുണ്ട്. ഇവര് അത് റിസർച്ച് ചെയ്യാൻ പറ്റില്ല. റിസർച്ച് ചെയ്യാൻ വേണ്ട. നിങ്ങൾ ഇതും വെച്ചൊരു അസിസ്റ്റന്റ് പ്രൊഫസർ ഇന്റർവ്യൂവിന് പോകും. അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന സബ്ജക്ട് എക്സ്പേർട്സ് ആയിരിക്കും. ഗവൺമെന്റ് കോളേജ് ആയിക്കോട്ടെ, എയ്ഡഡ് കോളേജ് ആയിക്കോട്ടെ, സെൽഫ് ഫിനാൻസിങ് കോളേജ് ആയിക്കോട്ടെ, അവിടെ ഇരിക്കുന്നത് സബ്ജക്ട് എക്സ്പേർട്സ് ആയിരിക്കും. അവരുടെ ചോദ്യത്തിന് മുമ്പിൽ നമ്മൾ അടി പതറും. അത്ര ഇല്ലെങ്കിൽ ഇനി അതൊക്കെ ബൈപ്പാസ് ചെയ്താലും പിള്ളേർ ചോദിക്കുമ്പോൾ അടി പതറും. ക്ലാസ്സിൽ ചെന്നിട്ട് പിള്ളേർ ഈ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ വലിയ വിഷയം എന്താണെന്നറിയോ, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു അല്ല ഇവർക്ക് അറിയേണ്ടത്. അതൊരു ഭയങ്കര കാര്യമാണ്. കാരണം നമ്മുടെ ഒരു തോട്ട് പ്രോസസ് അല്ല ഈ ഫ്രണ്ട് കുട്ടികളുടെ ഒരു 30 പേര് മാത്രമുള്ള ക്ലാസ് ആണെങ്കിൽ 30 രീതിയിൽ അവർ 10 പേരുള്ളിടത്താണ് 10 രീതിയിൽ. ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്പേസുകളാണ് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉള്ള ക്ലാസ്. ഒരു മാർക്ക് തീരെ കുറവുള്ള ആളായിരിക്കും ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള ചോദ്യം ചോദിക്കുന്നത്, ഏറ്റവും ക്രിയേറ്റീവ് ഡൗട്ട് ചോദിക്കുന്നത്. പുള്ളി അത് ഫോക്കസ് ചെയ്ത് ചോദിക്കണമെന്നായിരിക്കണം നിർബന്ധമൊന്നുമില്ല. പുള്ളിയുടെ തോട്ട് പ്രോസസ് അതിലേ പോയി പുള്ളി അതിലേക്ക് ചോദിച്ചു. ഇത് നമുക്ക് ടാക്കിൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻഡെപ്ത് നോളജ് ക്ലാരിറ്റി വേണം. ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഈ ഡീപ്പ് ലേണിങ്ങിനെ പറ്റി നമ്മൾ കുറച്ച് ദിവസം മുമ്പ് സംസാരിച്ച്, ഞാനിതിങ്ങനെ ChatGPT ആണല്ലോ ഇപ്പോൾ എല്ലാത്തിൻ്റെ ആധാരം. ഞാൻ ഈ സിലബസ്, നെറ്റിൻ്റെ സിലബസ് എടുത്ത് ChatGPTയിൽ ഇട്ട് പൊട്ടിക്കാൻ അത്രയും കുഞ്ഞായിട്ടാണ് പൊട്ടിച്ചു വന്നപ്പോൾ 6500 എക്സൽ ഷീറ്റിൻ്റെ അകത്ത് 6500 കോളം ഫില്ല് ചെയ്യാനുള്ള സാധനം സിലബസിനകത്ത്. ഈ 6500 സാധനം നമുക്ക് 150 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഇത് നമ്മൾ ഓർക്കണം. നമ്മൾ ഒന്ന് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ChatGPT പൊട്ടിച്ചതാണ്. ഇനിയും പൊട്ടിക്കാൻ പറഞ്ഞാൽ ഇനിയും പൊട്ടിച്ചു തരും. ചെറുതാക്കി തരും. പക്ഷേ ചെറുതാക്കുന്നുണ്ട് ഒരുപാട് ഗുണമുണ്ട്. നമ്മൾ ക്യാപ്സ്യൂൾ കഴിക്കുന്ന പോലെ ചെറിയ ബിറ്റ്സ് ആയിട്ട് നമുക്ക് ഈ 6500 പഠിച്ചു തീർക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. ഇല്ല, മേ ബി എനിക്കൊരു 200 അറിയായിരിക്കും. മൊത്തത്തിനകത്ത് ഒരു 200 കൺസെപ്റ്റ് പരിചയമുള്ളത് കാണും, അറിയാവുന്നത് കാണും. അതിനപ്പുറത്തേക്ക് ഇത്രയും സാധനം തീർക്കാൻ പറ്റുമെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇത് നമ്മൾ ഈ പറയുന്ന പോലെ ബിറ്റ് ബൈ പറഞ്ഞല്ലോ, ക്യാപ്സ്യൂളായിട്ട് ബിറ്റ് ബൈ ബൈറ്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയാൽ അത് കൺസിസ്റ്റന്റ് ആണ്. ഈ കൺസിസ്റ്റൻസിയാണ് ഇതിന്റെ കീ. നമ്മൾ ഈ കൺസിസ്റ്റൻസിയുടെ കാര്യം പറയുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ ഒരു ഹസ്ബൻഡ് അദ്ദേഹത്തിന്റെ വൈഫിന് എന്തോ ബുദ്ധിമുട്ടായിരുന്നില്ല, ആശുപത്രിയിലേക്ക് പോകാൻ വഴിയില്ലാത്തതുകൊണ്ട് ഒരു മല തുരങ്ക ഒറ്റയ്ക്ക് ഇത്ര വർഷങ്ങൾ കൊണ്ട് തുരങ്കപാത അതിലെ എല്ലാരും വിചാരിക്കും ഇത്രയും വലിയ സിലബസോ ഇത്രയും വലിയ പ്രൊഡക്ഷൻ, ഇതിന്റെ അകത്തൂടെ എങ്ങനെ നമ്മൾ പുറത്തൊരു ഡേ ബൈ ഡേ എഫേർട്ട്, ചെറിയ എഫേർട്ട്. ഇതൊരു ഹോപ്പ് ഡ്രൈവ് ചെയ്യേണ്ട സാധനമാണ്. എന്നത് പറഞ്ഞല്ലേ, ഇതെനിക്ക് വേണം. നെസസിറ്റി, വൺസ് ഇതൊരു നെസസിറ്റി ആയാൽ നിങ്ങൾ ചെയ്തെടുക്കും. അതിന് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇടുള്ളൂ. ഷോഷാങ്ക് റിഡംഷൻ എക്സാമ്പിൾ ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. നിങ്ങൾ ഷോഷാങ്ക് റിഡംഷൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ലെങ്കിൽ അതിൽ ഒരു ഇൻമേറ്റ് ആണ്, പുള്ളി ചെയ്യാത്തൊരു കുറ്റത്തിന് അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുവാണ്. അദ്ദേഹത്തെ ആ സിസ്റ്റമായിട്ട് അഡാപ്റ്റ് ആയി, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയി. എങ്കിൽ പോലും അപ്പോൾ നമ്മളിപ്പോൾ പോലെ തന്നെ നമ്മൾ അത് തന്നെ നെറ്റിൻ്റെ പ്രശ്നം കറക്റ്റ് എക്സാമ്പിൾ ആണ്. കാരണം ലൈക്ക് നെറ്റ് എന്നെ കൊണ്ട് ക്രാക്ക്, നെറ്റ് എനിക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളുകൾ. അല്ലെങ്കിലും
ഇതിന് അപ്പുറമുണ്ട്. നെറ്റ് വരെ ഞാൻ എത്തുള്ളൂ എന്ന് വിചാരിക്കുന്ന ഈ ആളുകൾ ബ്രിഡ്ജ് ആണല്ലോ, JRF വരെയുള്ള ഈ ബ്രിഡ്ജാണ്. ഈ 3 അക്ഷരം മാറി ആ 3 അക്ഷരം കിട്ടണം. യെസ് അതാ പറഞ്ഞത്. ഈ നെറ്റ് എനിക്ക് കിട്ടില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ നെറ്റ് വേണ്ട ഒരു സിസ്റ്റത്തിലേക്ക് പെട്ടുപോകുന്നു. തൻ്റെതല്ലായ കാരണം നെറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള സിസ്റ്റത്തിലേക്ക് എത്തുന്നു. ഇതിൻ്റെ അത് എങ്ങനെയും രക്ഷപ്പെടണം. രക്ഷപ്പെടുക എന്ന് പറയുമ്പോഴത്തേനും അത് JRF ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് അഘോരാത്രം റിലൻലെസ് ആയിട്ട് പല രീതിക്ക് പുള്ളി അവിടെ എന്ത് മാത്രമല്ല ചെയ്യുന്നത്. ഇപ്പോൾ സിനിമയ്ക്കകത്ത് ഇങ്ങനെയാണ്, പുള്ളി അവിടെ ഒരു തുരങ്കവാദ അദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്ന് പണിത് വെളിയിലേക്ക് വന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നതാണ് കഥ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പുള്ളി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ജയിലിലെ സിസ്റ്റത്തിനെ മാറ്റും, ജയിലിലെ കറപ്ഷൻ വെളിയിലേക്ക് കൊണ്ടുവരും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിലെ കഥാപാത്രം. ഇതേ സാധനമാണ് നമ്മൾ നെറ്റ് പ്രിപ്പറേഷനിൽ ചെയ്യുന്നത്. നമ്മൾ പഠിക്കുക മാത്രമല്ല നമ്മൾ ശരിക്കും ചെയ്യുന്നത്, ചുറ്റും കുറേ ചേഞ്ചസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുമായിട്ട് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് പ്രൈമറി ഫോക്കസ് വിടാതെ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ലൈക്ക് നമ്മുടെ കുറേ സ്കിൽസ് കൂടും, അനലിറ്റിക്കൽ സ്കിൽസ് കൂടും, നമ്മുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഫോക്കസ് വരണം എന്നുള്ളതാണ്. എല്ലാവർക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളാണ്. ഇപ്പം നമ്മളൊരു 100 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയാൽ 100 ദിവസവും ഒരേപോലെ പോകണമെന്നില്ല. പേഴ്സണലി നമ്മളൊരാളെ സെന്റർ ചെയ്യുന്നൊരു വേൾഡ് അല്ല. ചുറ്റും എന്തൊക്കെ കാര്യങ്ങൾ നടക്കും. ഒരു ഇടിവെട്ടി കറണ്ട് പോകുന്ന ദിവസം നമ്മുടെ പഠനത്തെ ബാധിക്കാം. തൊട്ടടുത്ത വീട്ടിലൊരു മരണം ഉണ്ടായാൽ നമ്മുടെ പഠനത്തെ ബാധിക്കാം. ഒരു പനി വന്നാൽ ബാധിക്കാം. ഒന്നും വേണ്ട. അന്ന് ആലോചിച്ച് നോക്കി, ഭക്ഷണം കഴിക്കാൻ കുറച്ച് താമസിച്ചു പോയി, ദേഷ്യം വന്നു. ഇത് ഇങ്ങനെ വരുന്നൊരു ദിവസം ഞാൻ വായിച്ചാൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. ശരിയാ. പക്ഷേ ഇത് നമ്മൾ ടാക്കിൾ ചെയ്യണം. ഇതിനെ ടാക്കിൾ ചെയ്യാനുള്ള ഒരു സിസ്റ്റം, ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതാണ് ഒരു പ്രൊഫഷണൽ ടീം ഇതിനെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന മെച്ചം. അവിടെയാണ്. അതിപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കുറേ ബിസിനസ്സുകളൊക്കെ പൊട്ടിപ്പോകാൻ കാരണമില്ല, ഡിസിപ്ലിൻ ഇല്ല. കാരണം ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ഐ ആം ദ ബോസ്, ഞാൻ ആരെ ബോധിപ്പിക്കണം, എന്നെ ബോധിപ്പിക്കണം. അത് ആളുകൾ വിട്ടുപോകും. ഞാൻ ആരെ ബോധിപ്പിക്കണം, അവരവിടെ കുഴപ്പം. പക്ഷെ ഒരു തൊഴിലാളിയാകുമ്പോഴത്തേക്കിനും അയാളുടെ മാനേജറിനെ ബോധിപ്പിക്കണം. അതുകൊണ്ട് ഒരു തൊഴിലാളിയുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പെർഫോമൻസ്, അല്ലെങ്കിൽ അയാളുടെ പെർഫോമൻസ് എന്ന് പറയുന്ന സാധനം ഒരിക്കലും അയാളൊരു ബോസായാലും അയാൾ സ്വന്തം സ്ഥാനത്തേക്ക് വരാതെ വരുമ്പോഴാണ് ഈ ബിസിനസ്സുകൾ പൊട്ടിപ്പോകുന്നത്. അതുപോലെ തന്നെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കാലിബറുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾ അവർ തന്നെ അവരെ ഗവേൺ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കിനും എന്ത് സംഭവിക്കും, ഒരു ഡ്രോപ്പ് ഉണ്ടാവും. പക്ഷെ ഒരു സിസ്റ്റം നിങ്ങളെ ഗവേൺ ചെയ്യുമ്പോൾ, ഒരു സിസ്റ്റം നിങ്ങളെ മോണിറ്റർ ചെയ്യുമ്പോൾ, സിസ്റ്റം നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിട്ട് പഠിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു മൈൻഡ് സെറ്റിൽ ഇവർ പഠിച്ചു പോകും. എത്തും. അത് ശരിക്കും ഞാൻ എൻ്റെ ജോലി ചെയ്യാൻ കോളേജ് പഠിപ്പിക്കാൻ തുടങ്ങി ആദ്യത്തെ വർഷം ഞാൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, നമ്മളൊരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണ്, എനിക്ക് എക്സാം ജയിക്കാൻ ഇത്രയും സാധനം വേണം, ഞാൻ ഇത് പഠിച്ചാണ് PG കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുന്നത്. എല്ലാവരും കാണുന്നില്ല, പക്ഷേ ബഹുഭൂരിപക്ഷം സാഹചര്യം ഇതാണ്. ഇതിനപ്പുറം പറ്റുന്നത് ഞാൻ കോളേജ് പഠിപ്പിക്കാൻ ചെല്ലുമ്പം ഇതെല്ലാം ആവശ്യമാണ്. ഞാൻ 1 മണിക്കൂർ ക്ലാസ് എടുക്കണേ, ഞാൻ 3 മണിക്കൂർ പ്രിപ്പയർ ചെയ്യണം. വൺസ് ഇതൊരാവശ്യമായി കഴിയുമ്പോൾ ഞാൻ ഈ കംപ്ലീറ്റ് പുസ്തകം വായിക്കാം, ഞാൻ ഈ കംപ്ലീറ്റ് സാധനത്തെ പറ്റിയുള്ള എക്സാമ്പിൾസ് ഉണ്ടാക്കാം, എനിക്ക് കൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടാവാൻ. ഇത് റിലേറ്റ് ചെയ്യണമല്ലോ, പഠിപ്പിക്കണമല്ലോ. അപ്പം അങ്ങനെ നമ്മൾ കൺസെപ്റ്റൽ ക്ലാരിറ്റിയിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഡീപ്പ് ലേണിങ്ങിലൂടെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇതൊരു ചോദ്യം കാണുമ്പോൾ അപ്ലൈ ചെയ്യേണ്ട തിയറി ഏതാണെന്ന് അറിയാതെ നിങ്ങളുടെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു കോട്ടായിരിക്കുന്നായിരുന്നു. യെസ്, ഇത് വർക്ക് ചെയ്യുന്നതാണ്, എന്തിനാണ് പറഞ്ഞത്, ഇപ്പോഴാണ് ഡീപ്പറായിട്ട് അറിയണം. ഇതുപോലെല്ലാം ഇപ്പം കൊമേഴ്സ് എടുത്താലും ഹിസ്റ്ററി കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ എത്ര ചോദ്യങ്ങളാണ് വർഷാടിസ്ഥാനത്തിൽ. ഇപ്പൊ എക്സാം പാറ്റേണിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ട് കാണുന്നുണ്ട്. ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യും, അസെൻഡിങ് ടു ഡിസെൻഡിങ് അറേഞ്ച് ചെയ്യൂ. എന്തൊരു കാര്യമായിട്ട് അറിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റണം. ഇതൊരു ഭയങ്കര കാര്യമാണ്. നമുക്ക് ക്രാക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് സബ്ജക്ട് നോളജ് അതിൻ്റെ അകത്ത് വേണം. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞെത്തിക്കേണ്ടത് ഇവിടെയാണ്. ഈ സാധനം കൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടായതിന് ശേഷമാണ് PYക്ക് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആദ്യം സിലബസ് മൊത്തം ഇവരെ കൊണ്ട് കവർ ചെയ്യിക്കും. അതെ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കും, വർക്കൗട്ട്സ് കൊടുക്കും. എന്തിനാണ് വർക്കൗട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ല, അവർക്ക് ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിലവർ എഴുതി പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രെയിനിലേക്ക് നമ്മളത് ഫീഡ് ആവും. ഇതും ഭയങ്കര ഒരു കാര്യമാണ്, എഴുതി പഠിക്കില്ല. എനിക്ക് നെറ്റ് കിട്ടിയ പ്രാവശ്യം ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് ജെം ക്ലിപ്സ് വെച്ചുണ്ടാക്കിയ കുറേ പേപ്പർ നോട്ട്സ് ഉണ്ട്, ഇപ്പോഴും എൻ്റെ റൂമിൽ അത് ഇരിപ്പുണ്ട്. അതുകൊണ്ടായിരുന്നു അതുവരെ വായിച്ചെടുത്തു നിന്ന്, കേട്ടെടുത്തു നിന്ന്, കുറെ മാരത്തൺ കണ്ടുവിട്ടെടുത്തു എഴുതാൻ തുടങ്ങിയത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതൊരു ഓൾഡ് സ്കൂൾ ടെക്നിക്ക് ആയിരിക്കും, പക്ഷേ
പക്ഷെ നമ്മുടെ ബ്രെയിനിൻ്റെ കോഗ്നിറ്റീവ് സ്കിൽസിനെയും റൈറ്റിങ്ങിനെയും ലാംഗ്വേജിനെ പറ്റി പറയുമ്പോൾ വലിയ കാടൊന്നും കയറുന്നില്ല, ഞാൻ വലിയ ഇംഗ്ലീഷുകാരാണെന്നും പറയുന്നില്ല. പക്ഷെ നമ്മുടെ കോഗ്നിറ്റീവ് സ്കിൽസിനെയും നമ്മുടെ ലാംഗ്വേജിനെയും ഭയങ്കരമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. ലാംഗ്വേജ് രണ്ട് രീതിയിലാണല്ലോ, പറയുന്നതും എഴുതുന്നതും. അപ്പോൾ ലൈക്ക് നമ്മുടെ ബ്രെയിനിൻ്റെ മാപ്പിംഗ് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് കിട്ടും. നമുക്ക് എഴുതി വെക്കുമ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിലേക്ക് ഫീഡാവും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എത്തണം സബ്ജക്ട് നോളജ് ഡീപ്പാക്കാൻ പറ്റും. ആൻഡ് ഡെയിലി ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഡെയിലി റിവൈസ് ചെയ്യാൻ പറ്റും. വീക്ക്ലി ടെസ്റ്റുകൾ എഴുതുമ്പോൾ വീക്ക്ലി റിവൈസ് ചെയ്യാൻ പറ്റും. മന്ത്ലി ടെസ്റ്റുകൾ ശരി. ഇപ്പോൾ പറഞ്ഞല്ലോ, ഡെയിലി എടുത്താലും വീക്കിലി എടുത്താലും മന്ത്ലി എടുത്താലും ടെസ്റ്റുകൾ എഴുതുന്നത് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പറയാം. അതെ ചെയ്യുമ്പോൾ ഇവാലുവേഷനാണ്. മോർ ദാൻ ലേണിംഗ് ഇവാലുവേഷനാണ്. കാരണം ഓക്കെ, എനിക്കിത് ക്ലിയർ അല്ല എന്ന് മനസ്സിലാകുന്നത് ഈ ടെസ്റ്റിന് ശേഷം. അല്ലെ, നമ്മളിപ്പോൾ ഗ്രൂപ്പിലിടുന്ന പോൾസിന് ശേഷമാണ് ചിന്തിച്ച് വെച്ചിരിക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഇട്ട ഡോക്യുമെന്റ് ഞാൻ വായിച്ചത് തെറ്റാണ്, എന്തോ ഇൻകംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ എനിക്ക് എവിടെയോ ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാകുക ഈ ടെസ്റ്റോ അല്ലെങ്കിൽ ഇവാലുവേഷനോ കഴിയുമ്പോഴാണ്. മോർ ദാൻ നമ്മൾ ഈ പറഞ്ഞ പോലെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു MCQ അറ്റൻഡൻസ് പ്രാക്ടീസ്, വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം അതാണ്. നിങ്ങൾ ഒരു 1000 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കി കഴിയുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ചെയ്യേണ്ട ഒരു രീതിയെ പറ്റി ഒരു മനസ്സിലാവും. പക്ഷേ നിങ്ങൾ 1000 ചോദ്യം ചെയ്യുന്നത് 1000 ഡിഫറെന്റ് മേഖലകളിൽ നിന്ന് ചെതറിച്ചാണെങ്കിൽ ധാരണ ഉണ്ടാവില്ല. അപ്പോൾ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിക്ക് ഇത് പറഞ്ഞു തരുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഡീപ്പ് ലേണിംഗ് സിസ്റ്റം അതാണ്. വീണ്ടും PYQ ചെയ്യുമ്പോൾ ഫിൽട്ടർ ചെയ്യണം. ഓക്കെ, ഇത് ഈ ചാപ്റ്ററിൽ നിന്നാണ്, ഇന്ന മൊഡ്യൂളിൽ നിന്നാണ്, അല്ലെ ഇന്ന സബ്ജക്റ്റിൽ നിന്നാണ് മാപ്പ് ചെയ്യുന്നല്ലേ, അതിന്റെ ഇന്ന ചാപ്റ്ററിൽ നിന്നാണ്, ഇന്ന കൺസെപ്റ്റിൽ പെട്ടതാണ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ബ്രെയിൻ മാപ്പിംഗിൽ കീപ്പ് ചെയ്ത് വെക്കണം. കീപ്പ് ചെയ്യും. അല്ല, വൺസ് നിങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ കീപ്പ് ആവുമല്ലോ. നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ ഡ്രീം ജേണലൊക്കെ ചെയ്യുന്നത് പോലെ സാധനങ്ങൾ എഴുതി ലേണിംഗ് ജേണലിംഗ് അല്ലേ, നെറ്റ് ജേണലിംഗ്, JRF ജേണൽ ചെയ്യാൻ പറ്റും. ജേണൽ അല്ലേ, നമുക്ക് അങ്ങനെ ഒരു സാധനം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. JRF ജേണൽ ഇത് ഇതെന്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് നിങ്ങൾ ഇത് എഴുതിയാൽ ഇതിന്റെ മെച്ചം മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ സ്റ്റഡി നോട്ട്സ് വിൽക്കുന്നവരുണ്ട്. ഇത് വിൽക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, വിറ്റ് കാശാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങളുടെ തൊട്ടടുത്ത ആൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരാൾ നിങ്ങൾ ഈ സാധനം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്ക് സപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധനം ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ടാണ്. ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട് മുമ്പേ പറഞ്ഞത് ഇതൊരു ഓൾഡ് സ്കൂൾ പരിപാടിയാണ്, പക്ഷേ എഫക്റ്റീവ് പരിപാടിയാണ്, ഭയങ്കര എഫക്റ്റീവ് പരിപാടി. ഈ ഒരു ഓൾഡ് സ്കൂൾ ടെക്നിക്ക് വെച്ചാണെങ്കിലും ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, JRF ജേണൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു നെറ്റ് ക്ലാസ് റൂം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇത് നമുക്ക് ഇംപ്ലൈ ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ്. എല്ലാവരും നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരാൾക്ക് വീണ്ടും യു വിൽ നെവർ ഗെറ്റ് ദ സെയിം CC എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ് ടൈം. 2023 ഡിസംബറിൽ നമ്മൾ നെറ്റ് പഠിപ്പിച്ച പോലെ 2024 ജൂണിൽ, അതുപോലെ 2024 ഡിസംബറിൽ, അതുപോലെ അല്ലാതെ 2025 ജൂണിൽ എന്തെങ്കിലുമൊക്കെ പുതിയത് വരും. എന്തെങ്കിലും, കാരണം എക്സാം മാറിക്കൊണ്ടിരിക്കുക, പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുക. മാറുന്ന പാറ്റേണിനൊപ്പം നമ്മൾ പഠിപ്പിക്കുന്ന രീതി മാറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് ഓഡിയൻസ് സെയിം ആണെങ്കിൽ പോലും, വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും പരീക്ഷ വ്യത്യാസമാണ്. അവർക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്താണോ അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ നമ്മൾ JRF ജേണൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഇതൊരു പ്രൊഡക്റ്റീവ് ഡിസ്കഷൻ ആണ്. അതെ, ഞാൻ ഭയങ്കര ഫൺ ആയിട്ടുള്ള ഒരു ഡിസ്കഷനിലേക്ക് തുടങ്ങി വരുമ്പോൾ ഇൻവേസ് നമ്മൾ നെറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ വി വിൽ ഗെറ്റ് സീരിയസ്. നമ്മൾ ഒരിക്കലും സംസാരിച്ചിട്ടില്ലാത്തൊരു സാധനമാണ് JRF ജേണൽ. അതെ, JRF ജേണൽ എന്ന് പറയുന്ന സാധനം ലൈക്ക് നമ്മൾ കുറേ സാധനം ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഒരിക്കലും JRF ജേണൽ എന്നുള്ള സാധനത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ സ്റ്റുഡൻസും ആയിക്കോട്ടെ, നമുക്ക് ഉടനെ അടുത്ത പരിപാടി വരുന്നുണ്ട്, JRF ജേണൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും പണി വരുന്നുണ്ട്. എങ്ങനെയുള്ളൂ JRF ജേണൽ എഴുതി നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മുടെ ഡ്രീം ജേണലാക്കും. ഈ വരുന്ന ഡിസംബറിൽ നമ്മൾ എങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യും, JRF അടിക്കും. ഉറപ്പല്ലേ? അപ്പോൾ എക്കണോമിക്സ് സെറ്റാണ്, കൊമേഴ്സ് സെറ്റാണ്, പേപ്പർ 1 സെറ്റാണ്, ഇംഗ്ലീഷ് സെറ്റാണ്, മാനേജ്മെൻറ്റ് സെറ്റാണ്, CSIRലേക്ക് പോയ ലൈസൻസ് സെറ്റാണ്, മലയാളം സെറ്റാണ്. നമ്മളെ ഇത്രയെല്ലാം ഉണ്ട്. പേപ്പർ 1 മാത്രം കൊണ്ട് നമ്മൾ നെറ്റ് മേടിച്ച ആളുകളുണ്ട്. ഇതെല്ലാം നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റം കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന പരിപാടിയാണ്. സോ ഇവോൾവ് ആയിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും മാറ്റം ഇല്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്നാണ് കാൾ മാർക്സ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അപ്പോൾ അതേ സാധനം തന്നെയാണ് നമ്മൾ കീപ്പ് ചെയ്യാൻ പോകുന്നത്. സോ താങ്ക് യു ഫോർ ജോയിനിങ് അസ്. താങ്ക് യു. അപ്പോൾ ഇനിയും അടുത്ത സെഷനുകളിൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസ്കഷൻസ്
നമുക്ക് നെറ്റിനെ പറ്റിയും JRF പറ്റിയും പഠിത്തത്തിനെ പറ്റിയും നടത്താം. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ആസ്പിരൻറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. പിന്നെ ഇതുവരെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, പഠിച്ചു പോകുന്നതിൽ എന്തെങ്കിലും സ്റ്റക്ക് ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ പിൻ ചെയ്തിട്ടുള്ള ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡേറ്റ കൊടുക്കുക. ബാക്കി നമ്മൾ നോക്കിക്കോളാം. നിങ്ങൾക്ക് ഡിസംബറിൽ JRF ഷുവർ. ഇതൊരു പ്രൊഫഷണൽ ഹെൽപ്പാണ്. ഇതൊരു വളരെ പ്രൊഫഷണൽ ഹെൽപ്പാണ്. നിങ്ങൾ കൊട്ടേഷൻ ഏൽപ്പിക്കുന്ന പോലെ നിങ്ങളെ കൊണ്ട് ചെയ്തു അല്ലേ? അതെ സാർ. ഓക്കെ സാർ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ അൽഫിൻ സൈനിങ് ഓഫ്.